AKRRDA വടകര താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന കാരുണ്യസ്പർശം സഹായ പദ്ധതിയുടെ വടകര താലൂക്ക് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷൻ ടി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ഒരു 15 കിലോ കേരളത്തിലെ പകുതിയിൽ കൂടുതൽ ഇവിടെ 35 കിലോ അരി നൽകുന്നത് 5.5 ലക്ഷം ആൾക്കാർക്കാണ്. 5.5 ലക്ഷം 95 ലക്ഷം കുടുംബങ്ങളുള്ള കേരളത്തിൽ 5.5 ലക്ഷം കാർഡുടമകൾക്കാണ് 35. 24 ലക്ഷം കാർഡുടമകൾക്കാണ് BPL. ബാക്കി 55 ലക്ഷം വരുന്ന 60 ലക്ഷം വരുന്ന കാർഡുടമകളുണ്ട്. അവർക്ക് എന്താ സ്ഥിതി? അവർക്ക് ജീവിക്കാനും പരമാവധി 5 കിലോ അല്ലെ 10 കിലോ അരിയാണ് കിട്ടുന്നത്. 25 ലക്ഷം കാർഡുടമകൾക്ക് 3 കിലോ അരിയാണ് കിട്ടുന്നത്. ഇത് മാറ്റം വരുത്തണമെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ നമ്മൾ സംഘടന ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ മാർച്ചിന് ശേഷം ഒരു മാർച്ച് നടത്താൻ പാർലമെന്റിലേക്ക്. കാരണം DBT നടപ്പാക്കാൻ പോവാണ്. അതായത് അരിക്ക് പകരം പൈസ കൊടുക്കുന്ന പരിപാടി ഗ്യാസിന് നമ്മൾ കണ്ടതാണ്. അപ്പൊ റേഷൻ സംവിധാനം 2078 അവസാനിക്കുമോ എന്നുള്ള ഒരു എന്താ പറയാ റേഷൻ വ്യാപാരികളുണ്ട്. റേഷൻ വ്യാപാരികൾക്ക് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അത് കാരണം പോണ്ടിച്ചേരിയാണ്. അവിടെ അരിക്കുവാനും പൈസ കൊടുക്കുന്നത്. പൈസ കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ BPL അരിക്ക് ബില്ല് കാണുന്നില്ലേ? ആ പൈസ കൊടുത്താൽ മതി. ആ പൈസ ഗവൺമെന്റ് പറഞ്ഞത്. പക്ഷെ അരി കിട്ടുമോ? കിട്ടൂല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തില് റേഷൻ സംവിധാനം നിലനിൽക്കുന്നത് റേഷൻ വ്യാപാരികളുടെ ആവശ്യമല്ല, കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങളുടെ ആവശ്യമാണ്. കാരുണ്യസ്പർശം പദ്ധതിയിൽ അംഗമായിട്ടുള്ള വ്യാപാരി മരണപ്പെട്ടാൽ കുടുംബത്തിന് 5 ലക്ഷം രൂപ സഹായം നൽകുന്നതാണ് പ്രധാന പദ്ധതി. അതോടൊപ്പം ചികിത്സാ, വിവാഹ, വിദ്യാഭ്യാസ സഹായങ്ങളുമുണ്ട്. താലൂക്ക് സെക്രട്ടറി KP ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. AKRRDA സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മോഹനൻ പിള്ള പദ്ധതി വിശദീകരണം നടത്തി. നമ്മുടെ സംഘടന കൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അജ്ഞത നടിക്കുന്ന ആളുകളുണ്ട്. നടന്നു വന്ന വഴികൾ മറക്കാൻ പാടില്ല. ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു 4-5 കാര്യങ്ങൾ. കിറ്റ് കമ്മീഷൻ വാങ്ങിയെടുക്കാൻ AKRRDA ഇല്ലായിരുന്നെങ്കിൽ ഈ കേരളത്തിലെ ഒരു റേഷൻ സംഘടനയ്ക്കോ ഒരു പൊന്നുമോ വിചാരിച്ചാണ് നടക്കുന്നത്. ആ വേതന പാക്കേജ് 18 ആക്കി എടുത്തത് AKRRDAയുടെ നിരന്തരമായ പോരാട്ടത്തിന്റെ ഫലമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഉണ്ടാക്കിയ കമ്മീഷൻ പദ്ധതി 3000 മുതൽ 8000 പേര്. നമ്മൾ 3000 മുതൽ 11,100 വരെയാണ് ഞാനത് ടാലി ചെയ്ത് കണക്കാക്കി വെച്ചിരുന്നത്. എന്നുവെച്ചാൽ ഏറ്റവും അവസാനം വരുന്ന ഉയർന്ന വിൽപ്പനയുള്ള കടക്കാരുടെ സംഖ്യ അങ്ങനെയായിരുന്നു. പക്ഷേ അത് ധനകാര്യമന്ത്രി ഓർമ്മിട്ട് കൊടുത്തിട്ടും ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരും കൂടെ കയറി ആ ഫയൽ പിടിച്ചു വെച്ചിട്ട് അതിനൊരു 3000 മുതൽ 8000 എന്നുള്ള ആ കണക്ക് അവിടെ അവർ വെട്ടി എഴുതിയതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ പൈസ. പക്ഷെ എങ്കിലും 3000 മുതൽ 8000 എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമാണോ? ഈ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ അതൊരു നിസ്സാര കാര്യമാണ്. 25% നമ്മൾ ആവശ്യപ്പെട്ടത്. അപ്പോ ആ വേതന വർദ്ധനവ് അവസാനം ഈ ഇപ്പൊ ബാലഗോപാലിന് അദ്ദേഹം നന്ദി പറഞ്ഞതിന്റെ കാരണം മന്ത്രിസഭ പോകുന്നതിന് മുമ്പ് ഓർഡർ എടുത്ത് തരിക. വർദ്ധിച്ച 10 പൈസ നിങ്ങൾ തരത്തില്ല. ഓർഡർ തരും. അടുത്ത് വരുന്ന സർക്കാർ തരും. അടുത്ത സർക്കാർ അങ്ങനെ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഈ മന്ത്രിസഭയുടെ പീരീഡിൽ തന്നെ 3-4 മാസം ഈ പൈസ മേടിച്ചെടുത്തത് AKRRDA എന്ന് പറയുന്ന പ്രസ്ഥാനം കാലേ മരുന്നിൽ വെച്ച് സകല മന്ത്രി ഓഫീസിൽ ഇറങ്ങി ധനകാര്യമന്ത്രി പോന്നിടത്തും വരുന്നിടത്തും എല്ലാം ഒരു ശല്യക്കാരായി നമ്മൾ നിന്നതുകൊണ്ടാണ് ആ പൈസ. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീജ പ്രസംഗിച്ചു.